സഹന സമരത്തിന് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ആർത്തി സമീർ, പ്രിയപ്പെട്ട ശ്രീ സുനിൽ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് യൂനിസ് കഴിയട്ടെ. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് യൂനിസ്, ശ്രീ സുനിൽ ജോസ്, ശ്രീ സൈഫുദ്ദീൻ, ശ്രീ ഹക്കീം, പ്രിയപ്പെട്ട ശ്രീ പരവൂർ സജീവ്, ശ്രീ ജയചന്ദ്രൻ, ശ്രീ പ്രിയങ്കരനായ NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിൽ ബാബു, ശ്രീ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AP സുനിൽ അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ പിണറായി ഭരണം സർക്കാരായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 7.25 വർഷക്കാലമായി ഭരണം നടത്തുന്നത്. 6 ഗഡുവാണ്, 18% വീതം ക്ഷാമബത്ത 1ഉം 2ഉം ഗഡുവല്ല മുടങ്ങിയിരിക്കുന്നത്. 6 ഗഡു മുടങ്ങിയിട്ട് NGO യൂണിയൻകാരന് വേണ്ടത്രേ. കാരണം അഴിമതി പണത്തിന്റെ, കമ്മീഷൻ പണത്തിന്റെ പങ്ക് ചെല്ലുന്നത് കൊണ്ട് സംസ്ഥാനത്തെ NGO യൂണിയൻകാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് നിയമപരമായി അവകാശപ്പെട്ട പണം വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അതല്ല, കൈക്കൂലി വാങ്ങാത്ത, അഴിമതി കാണിക്കാത്ത, നാടിന് വേണ്ടി നിസ്വാർത്ഥ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനത്തെ ജീവനക്കാർക്ക്, അവർക്ക് ഒരു പിണറായിയുടെ ഔദാര്യമല്ല, ഒരു CPM-കാരന്റെ ഔദാര്യമല്ല, സംസ്ഥാനത്തെ രാജ്യത്തെ നിയമപ്രകാരം സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന അങ്ങേയറ്റം ജനവിരുദ്ധമായ പിണറായി ഗവൺമെന്റിനെതിരെ ഗതിയില്ലാതെ സത്യസന്ധമായി സമര രംഗത്തേക്ക് UTEF വന്നിരിക്കുകയാണ്. നിരവധി സമരങ്ങൾ വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ജനാധിപത്യ രീതിയിൽ നിന്ന് നടത്തിയിട്ടും അങ്ങുള്ളിലെങ്ങും പ്രസാദമാകുന്നില്ല. എങ്ങനെ പിണറായി വിജയന് പ്രസാദമാകും? പിണറായി വിജയനും കുടുംബവും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരുകയും ദൂർത്ത് നടത്തുകയും ദീപാവലി കുളിക്കുകയും മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും നിയമങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴപ്പണമാകിയ പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും മാത്രമല്ല, പിണറായി വിജയന്റെ മോള് വീണ വിജയൻ, മരുമോൻ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ മോന്റെ അമ്മായിയപ്പൻ അടക്കമുള്ള ഓരോരുത്തരും, അതുപോരാഞ്ഞിട്ട് CPM-ന്റെ ഓരോ ഘടകങ്ങളിലും ഇരിക്കുന്ന നേതാക്കന്മാർ, അങ്ങനെ ഈ സംസ്ഥാനത്തെ അങ്ങേയറ്റം ജനവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി നാട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് അടിഞ്ഞ മണ്ണ് നീക്കുവാൻ KMML അവസരം കൊടുത്തു എന്ന വ്യാജേന KMML കൊണ്ട് ആ ധാതു സമ്പത്തുള്ള മണ്ണ് എടുപ്പിച്ചിട്ട് ആ ശശിധരൻ കർത്തയ്ക്ക് കൊടുക്കുക. ആ കച്ചവടത്തിന് കിട്ടുന്ന കോഴയാണ് വീണ വിജയന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് കർത്ത മാത്രമല്ല, മറ്റ് പല ഇന്ത്യയിലാണെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാതെ 1 സെന്റ് ഭൂമി പോലും എനിക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ. ഇല്ലാ കഥകൾ പറഞ്ഞ് അനീതിയെ, അഴിമതിയെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ പ്രതികാര നടപടിയുമായി പോകുന്നു. സംസ്ഥാനത്തൊരു ഭരണം തന്നെ ഇല്ലാതായിരിക്കുന്നു. 5 മാസം കഴിഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാർ, പക്ഷെ സഖാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു 18 മാസത്തെ കുടിശ്ശികയെന്ന്. നിയമസഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ് രേഖകൾ സഹിതം പൊളിച്ചടുക്കിയിട്ട് പോലും ആ പച്ചക്കള്ളം വീണ്ടും ഈ സഖാക്കൾ കള്ളം പറയുന്നവരാണ്. സഖാക്കൾ എന്ന് നമുക്കറിയാം, പക്ഷെ കള്ളം പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരായി കേരളത്തിലെ CPM-കാരും സൈബർ ഗുണ്ടകളും മാറിയിരിക്കുന്ന ഒരു കാഴ്ച. അന്നക്കുട്ടിമാരും മറിയ കുട്ടിമാരും ഭിക്ഷയെടുക്കുമ്പോ അവരെ പരിഹസിക്കുന്ന CPM-ന്റെ ഗുണ്ടകൾ ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് ഈ CPM സഖാക്കന്മാരും അവർക്ക് ഓശാരം പറ്റി ജീവിക്കുന്ന
സ്വകാര്യവൽക്കരിച്ച് അതിന്റെ പേര് കമ്മീഷൻ വാങ്ങിയപ്പോ അതിനിരയായത്, അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ്. അതിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് നാം സെക്രട്ടേറിയറ്റിന്റെ അകത്തിരുന്നു കൊണ്ട് ഈ വൃത്തികേട് മൊത്തം കാണിക്കാൻ പിണറായി വിജയന് കൂട്ടുനിൽക്കുന്നവര് വന്നതിനെ തടയുക. ജനാധിപത്യപരമായി സമരം ചെയ്യുവാൻ അവകാശം എനിക്കും നിങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നുവെങ്കിൽ ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ നമ്മളെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മലപ്പുറത്തും കയ്യേറ്റം ചെയ്യുകയാണ്. സമരം എന്താണോ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ചെയ്യുന്നത് അതിന്റെ തനി പകർപ്പാണ്. ആരാണ് കൂടുതൽ കുഴപ്പക്കാരെന്ന് മാത്രം നോക്കിയാൽ മതി. ഭാരത് ജനങ്ങൾ പ്രിയപ്പെട്ട രാഹുൽജിയെ ഹൃദയാഭിവാദ്യം ചെയ്യുമ്പോ വിരളി പൂണ്ട് അവിടുത്തെ BJP-കാരന്മാര് റോഡിലിറങ്ങി ഭാരത് ജോഡോ ന്യായ് യാത്രയെ ആക്രമിക്കുമ്പോ സ്നേഹത്തിന്റെ സാന്ത്വനവുമായി രാഹുൽജി അവർക്കിടയിലേക്ക് BJP-യുടെ കൊടി, കോൺഗ്രസ് അടക്കമുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത് ഇവിടുത്തെ പിണറായി സർക്കാർ ചെയ്ത UTEF-ന്റെ നേതാക്കന്മാർക്ക് നേരെ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. കോടികളുടെ കമ്മീഷൻ വാങ്ങുമ്പോ അതിനും അതുപോലെ ജോയിന്റ് കൗൺസിലറുകാരനും ഒന്ന് സമരം ചെയ്യണ്ട. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ മന്ത്രി KN ബാലഗോപാൽ പറയുന്നു ഈ കോൺഗ്രസുകാരെല്ലാം UDF-കാരെല്ലാം BJP-യോടൊപ്പം സമരം ചെയ്യുന്നു. കണ്ണു തുറന്ന് കണ്ടോളൂ, ഇതിലേതാണ് BJP? ഒരു BJP-കാരന്റെ ഔദാര്യം, ഒരു BJP-കാരന്റെ സഹവർത്തിത്വം UDF-ന് ആവശ്യമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അതിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സമരം ഈ നാട്ടിലെ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ്. സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഈ സംസ്ഥാനത്ത് അഴിമതി കൊടികുത്തി വാഴുന്നു. ഈ പോകുന്നത് കൊല്ലത്തെ അഭിഭാഷകരാണ്. ഒരു APP ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അഭ്യസ്ത വിദ്യയായ യുവതിയായ ഒരു APP-ക്ക് സ്വന്തം ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്ന കേസിൽ നമ്മൾ ബാർ അസോസിയേഷൻ പ്രതിഷേധിക്കുന്ന ഈ നിമിഷം വരെ FIR എടുത്തിട്ടില്ല. ഈ നിമിഷം വരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോ CPM-ന്റെ സ്ഥലത്തെ പ്രമാണിയായ ഒരു പ്രോസിക്യൂട്ടർ പ്രതിയാകും. അത് പറ്റില്ല. നമ്മുടെ ആളുകള് CPM-ന്റെ ആളുകള് സ്ത്രീ പീഡനം നടത്തിയ സംരക്ഷിക്കും, അവർ മയക്കുമരുന്ന് കച്ചവടം നടത്തിയ സംരക്ഷിക്കും, അവർ കുട്ടികളെ പീഡിപ്പിച്ച സംരക്ഷിക്കും. അവർ പോക്സോ കേസിലെ പ്രതിയായാൽ കേസ് തോപ്പിച്ചവരെ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്ന് വണ്ടിപ്പെരിയാർ കണ്ടതുപോലെ വാളയാറിൽ കണ്ടതുപോലെ കൊണ്ടുവരും. അതുകൊണ്ട് മാത്രമാണ് APP അനീഷയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്തെ ഭരണ സ്തംഭനം നടക്കുന്നു. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. ഗുണ്ട കോറിഡോറായി കേരളത്തെ മാറ്റിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഈ സ്റ്റാലിൻ ഭരണത്തിനെതിരായി ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുക. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ കഥ ഒരു വാറല്ല ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നത് അല്ലേ? അവധിയെടുത്ത സംസ്ഥാനത്തെ ETF-കാരെ മൂക്കിക്കയറ്റി കളയുന്നു. മിസ്റ്റർ വേണു, നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു, പിണറായി വിജയന്റെ അടിമപ്പണി ചെയ്യുക എന്നുള്ളതല്ല IAS ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം. ജനങ്ങളോടാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്. ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന അധ്യാപകരും സർക്കാർ ജീവനക്കാർക്കുമെതിരെ കള്ളക്കേസെടുക്കാൻ നിങ്ങൾ വന്നാൽ നിങ്ങൾ ഈ സംസ്ഥാനത്ത് പണിതിട്ടിരിക്കുന്ന ജയിലുകൾ മതിയാകില്ല. ഈ അവകാശ പോരാട്ടങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവകാശങ്ങൾ നേടിയെടുക്കും വരെ നിങ്ങളുടെ ഒരു ഡയസ്നോൺ കണ്ട് പേടിക്കുവാൻ ഏതെങ്കിലും കേസ് വരുമ്പോ ആംബുലൻസ് സൈറന് വിട്ട് ഓടിപ്പോന്ന ബോധം കെട്ടി കിടക്കുന്ന ജയരാജനല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വരുമ്പോ പീഡിച്ച് മോക്കെതിരെ കേസ് വരുന്നപ്പോ നിങ്ങളോട് അവസാനമായി ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്തെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നു. മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുക്കുന്നു. മന്ത്രി P. രാജീവിനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനുള്ള മിനിസ്റ്റർ ഓഫ് ഡ്യൂട്ടിയായി തീരുമാനമെടുത്ത് വാർത്ത പുറത്തു വരുന്നു, ഉത്തരവാകുന്നു. പക്ഷേ നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോ കാണുന്നത് തട്ടല് വളച്ച് കൈ പിണറായി
വിജയനെയാണ്. ഞെട്ടി. പിണറായി വിജയൻ തന്നെയാണോ? അപ്പൊ എന്താ സംഗതി? തലേ ദിവസം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് മോള് വീണ വിജയനുള്ള അഴിമതി വളരെ വ്യക്തമായി പുറത്തുവിടും. പിന്നെ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ കാലി വീഴാൻ അല്ലാതെ ഞങ്ങളെ വിചാരിച്ചു, നമ്മളൊക്കെ വിചാരിച്ചു അപ്പോഴും മാത്രമേ ഉള്ളത്. കുറച്ചു കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നരേന്ദ്രമോദി തിരിച്ചു പോകുമ്പോൾ അതാ വീണ്ടും വിമാനത്താവളത്തിൽ തൊഴുകൈയുമായി പിണറായി വിജയൻ നട്ടല് വളച്ച് തല കുനിച്ച് കാപ്പാത്തുങ്കോന്ന് പറഞ്ഞു. ആ മുതലാളി ക്ഷമിക്കണം എന്ന് പറയണം. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയനും 20 മന്ത്രിമുണ്ടവരും കൂടെ ചേർന്ന് അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തിയല്ലോ. നവഗുണ്ടാ സദസ്, നവധൂർത്ത സദസ്. ആ സദസ്സില് 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പിണറായി വിജയൻ സംസാരിക്കുന്നത് വളരെ ആകാംക്ഷയോടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിനി എന്ന നിലയിൽ കൃത്യതയോടെ ഞാൻ നോക്കി. ഒരിടത്തും നരേന്ദ്രമോദി എന്ന പേരുച്ചരിച്ച് ആ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി ഒരു വാക്ക് പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അതാണ് BJPയും കേരളത്തിലെ CPMുമായിട്ടുള്ള കൂട്ടുകെട്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകെട്ടിനെയും ഭേദിച്ചുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിജിക്കെതിരെ കേസെടുക്കാൻ പോവുക. ആസാമിലെ ഹിമന്ത ബിശ്വാസിന്റെ സർക്കാർ ഇന്ത്യ രാജ്യത്ത് BJPയും CPMും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോർത്തെടുക്കുന്ന ഏത് പത്മവ്യൂഹത്തെയും പ്രതിരോധിച്ചുകൊണ്ട് ഭേദിച്ചുകൊണ്ട് ഉദയസൂര്യനെ പോലെ രാഹുൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഏറ്റവും ജനകീയമായ ഏറ്റവും അനിവാര്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന UTUFന്റെ എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് നേതാക്കന്മാർ